ഹായ് ഉള്ള അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ അടിപൊളി ഒരു ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് സിമ്പിളായിട്ട് കുക്കറിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. എല്ലില്ലാത്ത ബീഫാണ് കേട്ടോ. നന്നായി കഴുകി വെള്ളമൊക്കെ വാർത്തി വെച്ചിട്ട് ഒരു ബൗളിലോട്ട് ചേർത്തി കൊടുക്കാം. ശേഷം നമുക്കിനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 15 അല്ലി വെളുത്തുള്ളി ചേർക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടാണ് കേട്ടോ. വലിയ അല്ലിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ചേർത്തിയാൽ മതി. അതുപോലെ 5-6 അല്ലി ചുവന്നുള്ളി, അതുപോലെ 2 കഷ്ണം ഇഞ്ചി, 2 ഏലക്ക, അതുപോലെ 2 ടേബിൾ സ്പൂണോളം കുരുമുളക്, പിന്നെ 2 പച്ചമുളകാണ് കേട്ടോ. അല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. കൂടുതൽ അരഞ്ഞിട്ടൊന്നും വേണ്ട. ഇനി കുക്കറിലാണല്ലോ നമ്മൾ ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകൊക്കെ ഉണ്ടല്ലോ അതും കൂടി ചേർത്തി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. നമുക്കതിൻ്റെ പച്ചമണം ഒന്ന് നന്നായിട്ട് ഒന്ന് മാറി കിട്ടണം. അതിന് ശേഷം ഒരു വലിയ സവാള ചെറുതായി കട്ടാക്കിയിട്ട് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഒന്നാണ് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ കുക്കറിലായതുകൊണ്ട് കൂടുതൽ നേരം അതുപോലെ സവാളയും തക്കാളിയും ഒന്നും നമുക്ക് കൂടുതലും വഴറ്റിയെടുക്കൊന്നും വേണ്ട. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് 2 വലിയ തക്കാളിനെ കട്ടാക്കി എടുക്കാം. അപ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കുമ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ശേഷം നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ നേരം വഴറ്റി കൊടുക്കൊന്നും ആവശ്യമില്ല. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്തി കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ നല്ല എരിവുള്ളതായിട്ടാട്ടോ 1/2 ടീസ്പൂണോളം ചേർത്തി കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എരിവിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചെടുക്കാം. പിന്നെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്തി കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് 1/2 ടീസ്പൂണോളം വലിയ ജീരകവും 1/2 ടീസ്പൂണോളം ഉലുവ കേട്ടോ. അപ്പോൾ വലിയ ജീരകത്തിൻ്റെ പകരം നിങ്ങൾക്ക് വലിയ ജീരകം പൊടിച്ചത് ഉണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കാം. അപ്പോൾ അത് മിസ്സാക്കരുത് കേട്ടോ. വലിയ ജീരകം ഉലുവയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബീഫ് റോസ്റ്റിൽ. ഇനി അതിൻ്റെ നന്നായിട്ട് ആ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം വേണം നമ്മുടെ ബീഫ് ഇതിലോട്ട് ചേർത്തി കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം കേട്ടോ. അതുപോലെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർത്തി കൊടുക്കാം. ഇനി ആ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ബീഫിൽ നന്നായി പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. 1/2 ഗ്ലാസ് പറഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളമാട്ടോ ഒഴിച്ചെടുക്കുന്നത്. കൂടുതൽ ഒഴിച്ചെടുക്കൊന്നും വേണ്ട. നമ്മൾ ബീഫ് റോസ്റ്റ് ആണല്ലോ. പിന്നെ നമ്മുടെ ബീഫിൽ തന്നെ നമുക്ക് വെള്ളം ഇറങ്ങി വരും. നമ്മുടെ ബീഫ് 6 വിസിലടിച്ചപ്പോൾ തന്നെ നന്നായിട്ട് നല്ല സോഫ്റ്റ് രൂപത്തിൽ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കുക്കറിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ നമ്മുടെ ബീഫിൻ്റെ വേവൊക്കെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കണ്ടാൽ നന്നായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്ത് വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു നീളത്തിൽ കുറച്ച് കട്ടാക്കി എടുക്കാം. നല്ല നൈസായിട്ട് കട്ടാക്കി എടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കതിൽ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് ലോങ് ആയിട്ട് 2 ഇഞ്ച് സൈസിൽ നീളത്തിൽ ഞാൻ കട്ടാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ചട്ടി വെക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം നമ്മൾ വെളിച്ചെണ്ണനെ എടുക്കാൻ നോക്കാം കേട്ടോ. ഇനി അതിലോട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് കൂടി ചേർത്തി കൊടുത്തിട്ട് നമുക്കൊരു ബ്രൗൺ കളറാകുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. അങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ കരിഞ്ഞു പോകും. നമ്മൾ അത്രയ്ക്ക് തിന്നായിട്ടാണല്ലോ കട്ടാക്കി എടുത്തത്. ഇനി ഇതിലോട്ട് 2 ഉണക്കമുളക് കൂടിയും കട്ടാക്കി ഇടാം. അപ്പോൾ ഇതാ ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ നമ്മുടെ ബീഫ് നമുക്ക് മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും അതുപോലെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് കട്ടാക്കിയതോടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ കറിവേപ്പിലുണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവോ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ എരിവിൻ്റെ അംശമൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടേത് എല്ലാം കൊണ്ടും പാകം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഒരു ബ്ലാക്ക് കളറായി വരുന്നത് വരെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതാ ഇത്രയും എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു ബീഫ് റോസ്റ്റ് ഇതാ തയ്യാറായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തേങ്ങാക്കൊത്തിൻ്റെ കുരുമുളകിൻ്റെ ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പം മസ്റ്റ് ട്രൈ ആക്കി നോക്കണം നിങ്ങളിത്. പത്തിരി, വെള്ളപ്പം, പൊറോട്ട എല്ലാത്തിൻ്റെയും നല്ലൊരു കോമ്പിനേഷനാണ്.
ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും അടിപൊളി ഒരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.